ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രം സൂ ആണ്. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം സൂ ഒന്ന് കറങ്ങാനെ കൊണ്ട് വന്നതാണ്. എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും ട്രിവാൻഡ്രം സൂ കണ്ട് മടുത്തായിരിക്കും അല്ലേ. പക്ഷേ ഞങ്ങളിത് ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങളുടെ ഫാമിലി ഫുള്ളായിട്ടൊന്ന് ട്രിപ്പിന് ഇറങ്ങുന്ന ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എൻ്റർടൈൻമെൻറ്റിലായിരുന്നു. അതേപോലെ ഞങ്ങളുടെ കുഞ്ഞ് ക്രിബൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പേ. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് എന്നാൽ പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ പോയി മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പം അവരുടെ മെൻ്റൽ ഹെൽത്തിനും അതൊരു നല്ലൊരു പോസിറ്റീവായിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞി ക്രിബൂസ് മൃഗങ്ങളെയൊക്കെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ പാർക്കിൽ സീസോയിലിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 വയസ്സായിട്ടേ ഉള്ളേ. അപ്പം സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയല്ലേ എപ്പോഴും. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇതൊരു ഇൻട്രസ്റ്റും ആയിരിക്കും. അവർക്കിത് കാണാനൊക്കെ ഉണ്ടായാലും അവരുടെ വളർച്ചയിൽ ഇത് മനസ്സിലാക്കിയെടുക്കാനായാലും ഈ മങ്കീസിനെയൊക്കെ കാർട്ടൂണിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. ഓൾറെഡി ഒരു സോങ്സൊക്കെ ഉണ്ടല്ലോ, 2 little monkeys jumping on the bed. അത് കിഡ്സിൻ്റെ അമ്മമാർക്ക് ഞാൻ ഈ പാടിയത് പാട്ട് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ആ കൊക്കോമെലിന് അത് ഇതൊക്കെ എപ്പോഴും കാണിക്കുന്നില്ല, എന്നാലും അതിലൂടെയൊക്കെയാണ് ഇവർ മങ്കി കാര്യങ്ങൾ എങ്ങനെയാണ് ജമ്പ് ചെയ്യുന്നതോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു സന്തോഷവും അത് കാണാനായിരുന്നു ഞങ്ങൾ കൂടുതൽ ആസ്വദിച്ചിരുന്നത്. കൃപയുടെ റിയാക്ഷൻ, കുഞ്ഞിൻ്റെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ തത്തയാണ്. ഈ തത്ത സെയിം ഞങ്ങൾക്കുണ്ട് കേട്ടോ, വീട്ടിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുട്ടുമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. തത്തയെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ഷൂളൊക്കെ എടുത്ത് സംസാരിച്ച്. പിന്നെ നമ്മുടെ മൂങ്ങയെ കണ്ടു. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറമ്പിലൊന്നും മൂങ്ങയൊന്നും കാണാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിച്ചു, നമ്മുടെ പറമ്പിലൊന്നും മൂങ്ങ ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന്. മറ്റേ മൂങ്ങയൊക്കെ ഇരുന്ന് മൂങ്ങുന്ന സൗണ്ടൊക്കെ എന്തായാലും ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഞങ്ങളിപ്പോൾ കേൾക്കാറില്ല, കാണാറുമില്ല. കുറേ കിളികളുണ്ടായിരുന്നു, ബേർഡ്സ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം നമുക്ക് നല്ല വാക്കിംഗ് ഉണ്ട്, നല്ല എക്സസൈസ് ആയിരിക്കും കേട്ടോ. നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ബേർഡ്സിൻ്റെ കൂടൊക്കെ വിസിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും മഴ ഉറച്ച് മൊത്തം കുളമായിപ്പോയി. പിന്നെ നല്ല നല്ല ആക്റ്റീവായിരുന്നു ഈ മങ്കീസ് കേട്ടോ, ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഞാനവർക്ക് മനസ്സിലാവാനെ കൊണ്ട് മങ്കീസിൻ്റെ പാട്ടൊക്കെ പാടി കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി മനസ്സിലായി, എന്നാലും മങ്കിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ അവൾ മനസ്സിലാക്കുന്ന കുറേ സോങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പാടി കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. പിന്നെ പലതരം വൾച്ചേഴ്സ് ആയിരുന്നു കേട്ടോ, പലതരം കഴുകന്മാർ. ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ, ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളെ. ഞാൻ ഹസ്ബൻഡിനോട് ഉടനെ പറയുന്നുണ്ട്, എന്താല്ലേ എന്നാ സൗന്ദര്യം, ആ ചിറക്, ചുണ്ട്, ആ പ്യുവർ വൈറ്റ്, ആ ഗ്രേ കളർ വിങ്സ്. ഭയങ്കരമായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാനും കുറേ കാര്യങ്ങൾ ചിന്തിച്ചു ആ സമയത്തിൽ. ഇതൊരു സൈസ് കൊക്കാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്തോന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ബോർഡൊന്നും. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ അപ്പുറത്ത് ഷെഡിൽ കയറി നിൽക്കുകയായിരുന്നു. അപ്പോൾ മഴ ഒന്ന് ശമിച്ചപ്പം ഞങ്ങൾ ഇപ്പുറത്തോട്ട് ചാടി വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് ഒരെണ്ണം വന്ന് ഇങ്ങനെ അറ്റത്ത് മൂലയ്ക്ക് വന്നിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി വീഡിയോയ്ക്കകത്ത്. വേറെ ഈ ഒരു കൊക്കല്ലാതെ പിന്നെ വേറെ കുറേ മിക്സ്, നമ്മുടെ നീർക്കാക്കാം, ഇതെല്ലാം അവിടെ ഉണ്ട്. ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് പേരൻസുമായിട്ട്. എല്ലാം അവിടെ മിക്സ്ഡായിട്ടാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവരെല്ലാം കൂടി ഞാൻ തിങ്ങിക്കൂടി ആ ഒരു കണ്ണടിക്കൂട്ടിലിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഇവരൊക്കെ പറന്ന് നടക്കണ്ടേ അല്ലേ എന്നൊരു ചെറിയൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് എന്തായാലും നല്ലൊരു വ്യൂ ആയിരുന്നു, കാണാൻ പറ്റി, മക്കളുമാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സോ പിന്നെ ഈ ഒരു സംഭവം ഇതെന്ന്
നീർനായ എന്ന് പറയില്ലേ, ഞാൻ ഇംഗ്ലീഷ് പേരൊന്നും ഓർക്കുന്നില്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് വെള്ളത്തിൽ കളിച്ച് നടക്കുന്ന കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ആൾക്കാർ നല്ല മഴയത്ത് അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനെ കൊണ്ട് അവർ നല്ല എൻ്റർടൈൻമെൻറ്റും തരുന്നുണ്ടായിരുന്നു. കാണാൻ നമുക്ക് നല്ല രസമുണ്ടായിരുന്നു അവർ വെള്ളത്തിൽ കിടന്ന് കളിച്ചിങ്ങനെ മറിയുന്നത്. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ അറ്റത്ത് കയറി വന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ ആ സൈഡിൽ ഇരിക്കുന്നവർക്കൊന്നും കിട്ടിയില്ല. അങ്ങേ സൈഡിൽ കുറേ പേര് വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്ത് എല്ലാ വ്യൂവും നമുക്കാണല്ലോ കിട്ടുന്നതെന്ന്. അവിടെ ഞങ്ങളുടെ സൈഡിൽ നിൽക്കുന്നവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇതുങ്ങൾ നമ്മളെ നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ ഈ നീർനായ്ക്കൾ. ഇത് ബിയറാന്നേ. ബിയറിനെ കാണാൻ എല്ലാവരും ഒറ്റ ബിയറുണ്ട് അവിടെ. നല്ല ആൾക്കാർ കൂട്ടത്തോടെ അവിടെ നിൽപ്പുണ്ട്. ബിയറിനെ കണ്ടപ്പോഴും അവർക്ക് മനസ്സിലായി. ബിയറിനെ കുറേ നേരം കണ്ടു, അവൾ എൻജോയ് ചെയ്തു. അരയന്നത്തെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മേളിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് മേളിൽ സിംഹമുണ്ടെന്ന്. അങ്ങനെ സിംഹത്തെ കാണാനുള്ള നടപ്പാണിവിടെ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ടാറ്റയൊക്കെ കൊടുത്തു സംസാരിച്ചു. നല്ല മഴയാണ്, ഫുൾ നനഞ്ഞിട്ട് വെറ്റായിട്ടിരിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ സിംഹത്തെ ലയണിനെ നേരിട്ട് കാണുന്നത്. പണ്ട് സ്കൂളിൽ നിന്ന് ഇതേപോലെ പോയപ്പോഴും ഞാൻ സിംഹത്തെ അന്ന് ലയണിനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അന്നില്ലായിരുന്നെന്നോ എന്തോ ഒരു റീസൺ അതൊന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം സിംഹത്തെ കാണാൻ പറ്റി. കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അവൾ അങ്ങേ സൈഡിലായിപ്പോയി. ഞാൻ പെട്ടെന്ന് സിംഹത്തിൻ്റെ വീഡിയോ പിടിക്കാനെ കൊണ്ട് ഞാൻ ഇങ്ങേ മൂലയ്ക്കും, ഹസ്ബൻഡും കുഞ്ഞും അങ്ങേ മൂലയ്ക്കും. അതുകൊണ്ട് അവിടെ ഫേസ് റിയാക്ഷൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നന്നായിട്ട് സിംഹം നല്ല വ്യൂ തന്നു ഞങ്ങൾക്ക്. നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. പക്ഷേ അവർ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് വെള്ളത്തിൽ എൻജോയ്മെൻ്റായിട്ട് കിടക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ വാ തുറന്ന്, ഈ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ വാ വലിയ വായില്ലേ, അത് തുറന്ന് കാണാൻ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അവരാരും ഇറങ്ങി വന്നില്ല. അവർ കുളിക്കുന്ന മൂഡിലായിരുന്നു ഗൈസ്.
ലെപ്പേർഡിനെ കണ്ടു, പുള്ളിപ്പുലിയെ കണ്ടില്ല എന്ന് പറയണ്ട. പുള്ളിപ്പുലിയെ കണ്ടു. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട ലയണിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റും, പക്ഷേ അവർ വിടത്തില്ല. നമ്മൾ റൗണ്ട് അടിച്ച് അത്രയും റൗണ്ട് അടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ലെപ്പേർഡിനെ കാണാൻ പറ്റിയത്. പക്ഷേ ടൈഗേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ടൈഗറിനെ ഒന്നും കാണാൻ പറ്റിയില്ല, അവിടെ കണ്ടില്ല, ആ ഒരു ഏരിയയിലൊന്നും കണ്ടില്ല. ഇത് മറ്റേ ഹൈന, എന്താ കഴുതപ്പുലി, യെസ് ദാറ്റ് വൺ, അതാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. പിന്നെ നമ്മുടെ തത്ത, നമ്മുടെ ബേർഡ്സ് ഉണ്ടല്ലോ, ആ ഒരു സെക്ഷനിൽ വന്നു. സൂപ്പറായിരുന്നു. ഇത് നമ്മുടെ ഓസ്ട്രിച്ചാണ്. പുള്ളിക്കാരി എന്തോ മണ്ണ് വാരി ഇങ്ങനെ ഗ്രില്ലിൽ ഇങ്ങനെ കുത്തി കുത്തി കളിക്കുന്നത്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. മറ്റേ സ്നേക്സിൻ്റെ സെക്ഷനാണ്. സ്നേക്സിൻ്റെ കുറേ വീഡിയോസ് കാണാൻ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂവിൻ്റെ ഔട്ട് സൈഡ് വന്നു. ഔട്ട് സൈഡ് കുറച്ച് നേരം കുഞ്ഞോടി നടന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തെ സ്ട്രീറ്റ്സ് ഫുഡ് ഉണ്ടായിരുന്നു, നല്ല പാനിപ്പൂരി കൊടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞൂടെ. ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വന്നു. അടിപൊളി അടിപൊളി സൂപ്പർ. ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഇന്നിടത്തുനിന്ന് കഴിച്ചതിൽ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം നല്ല എല്ലാം നല്ല സൂപ്പറായിരുന്നു. മറ്റേ മിക്സായിട്ട് കോരി അവരെല്ലാം ബോട്ടിൽസിൽ നിറച്ച് വെച്ചേക്കായിരുന്നു. അത് ഓരോ ഗോൾഗപ്പയ്ക്കകത്ത് ഒഴിച്ചൊഴിച്ച് തരുമായിരുന്നു. ഗോൾഗപ്പ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ ചാട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ചാട്ടിന് വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് ചാട്ട് മസാലയും അതും ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പും അത് വെച്ചേക്കുന്നതിൽ ഒരു വലിയൊരു മസാല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഗോൾഗപ്പ അടിപൊളിയായിരുന്നു, രക്ഷയില്ല. അതിനുശേഷം ഞങ്ങൾ പതുക്കെ ലുലു മോളിലോട്ട് വന്ന്. ലുലു മോൾ അടുത്തായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് ഇത്രയും വലിയ ഹ്യൂജ് ലുലു മാൾ ഓപ്പൺ ചെയ്യാനൊക്കെയും ഒന്ന് പോകാനോ വരാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.